സിസിഎല്ലുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കേരള സ്ട്രൈക്കേഴ്സും മുംബൈ ഹീറോസും തമ്മിലുള്ള മത്സരത്തിന് ശേഷം നമ്മൾ നൽകിയപ്പോൾ പോലും നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരുന്നത്. സിസിഎല്ലിന് ഇത്രയധികം ആരാധകർ ഇപ്പോഴും ഉണ്ട് എന്ന് വിശ്വസിക്കാൻ സാധിച്ചതിൽ ഒരു വലിയ സന്തോഷവും തോന്നി. പക്ഷേ കഴിഞ്ഞ ദിവസം സിസിഎല്ലിൽ കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന രാജീവ് പിള്ള ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇത് ഞെട്ടിപ്പിക്കുന്നതെന്ന് പറയാൻ കാരണം സിസിഎൽ ഫോളോ ചെയ്യുന്നവർക്ക് ഇത് ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയായതുകൊണ്ടാണ്. രാജീവ് പിള്ള പറഞ്ഞത് തന്നെ കേരള സ്ട്രൈക്കേഴ്സിൽ നിന്നും ഒഴിവാക്കിയതാണ്, അല്ലാണ്ട് താൻ കേരള സ്ട്രൈക്കേഴ്സ് വിട്ടിട്ട് മുംബൈ ഹീറോസിലേക്ക് പോയതല്ല എന്നുള്ളതായിരുന്നു ആ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. കാരണം സിസിഎൽ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് രാജീവ് മുംബൈ ഹീറോസിൻ്റെ ജേഴ്സി അണിഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും ഉണ്ടായിരുന്ന സംശയം എന്തിന് രാജീവ് പോയി എന്നതായിരുന്നു ചോദ്യം. പക്ഷേ രാജീവ് പറയുന്ന രാജീവ് പോയതല്ല, തന്നെ ഏകദേശം നിർബന്ധിപ്പിച്ച് മറ്റൊരു ക്ലബ്ബിലേക്ക് മാറ്റിപ്പിച്ചതാണ് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ഉടമ എന്നതാണ് രാജീവ് പിള്ള നടത്തിയ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. രാജീവ് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് താൻ ഈ സിസിഎല്ലുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രാക്ടീസ് സെഷനിൽ മുമ്പേ തന്നെ ഈ 22 ടീമിൽ താനുണ്ടോ, അല്ലെങ്കിൽ പ്രാക്ടീസിന് എപ്പോൾ വരണം, ഇതുപോലുള്ള കാര്യങ്ങൾ തിരക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചുകൊണ്ടേയിരുന്നു, ഇൻ ടച്ച് ആയിരുന്നു, കോൺവെർസേഷൻ നടത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഒരു തരത്തിലും മാനേജ്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയോ ഒരു തരത്തിലുള്ള മറുപടി പറയുകയോ ചെയ്തിരുന്നില്ല. വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചു, എല്ലാ തരത്തിലും മെസ്സേജ് അയച്ചു നോക്കി, എല്ലാ തരത്തിലും വീണ്ടും വീണ്ടും എന്താണ് കാര്യമെന്ന് തിരക്കാൻ നോക്കി. പക്ഷേ ഒരു തരത്തിലും മാനേജ്മെൻറ്റ് തനിക്ക് മറുപടി തരുന്നില്ലായിരുന്നു എന്നാണ് രാജീവ് പറയുന്നത്. വളരെ ഷോക്കിംഗ് ആണ്, ഖേദകരമാണ് രാജീവിൻ്റെ ഈ വെളിപ്പെടുത്തൽ. തനിക്ക് ഈ ടീമിൽ ഇടമില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം രാജീവ് എന്ത് ചെയ്തു, ഒരു NOC തരണമെന്ന് മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടു. മാനേജ്മെൻറ്റ് ഇത്രയും നാളായിട്ട് രാജീവിൻ്റെ ഒരു മെസ്സേജസിനും റിപ്ലൈ ചെയ്യാണ്ടിരുന്ന മാനേജ്മെൻറ്റ് NOC ചോദിച്ചപ്പോൾ കൃത്യം ആ സ്പോട്ടിൽ തന്നെ NOC രാജീവിന് കൈമാറിയെന്നാണ് രാജീവ് പറയുന്നത്. അപ്പോൾ രാജീവിന് എന്ത് മനസ്സിലായി, തന്നെ ടീമിന് വേണ്ട, തന്നെ ടീമിന് ആവശ്യമില്ല എന്ന് രാജീവിന് മനസ്സിലാവുന്നു. വേറൊരു ക്ലബിനെ തേടി തിരയുന്നു. അങ്ങനെയാണ് മുംബൈ ഹീറോസിലേക്ക് രാജീവ് പിള്ള പോകുന്നത്. ഇതാദ്യമായിട്ടല്ല രാജീവ് മുംബൈ ഹീറോസിലേക്ക് പോകുന്നത്. രാജീവ് ഇതിന് മുമ്പ് മുംബൈ ഹീറോസിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അതാണ് ഇതിന് വേറൊരു കാര്യം. അപ്പോൾ വീണ്ടും തിരിച്ച് മുംബൈ ഹീറോസിലേക്ക് വേണ്ടി കളിക്കുന്നു. കേരള സ്ട്രൈക്കേഴ്സിനെതിരായ മത്സരത്തിൽ മുംബൈൻ്റെ ജേഴ്സി അണിയുന്നു. പക്ഷേ മുംബൈയുടെ നിർഭാഗ്യവശാൽ ആദ്യത്തെ പന്തിൽ തന്നെ രാജീവ് പിള്ള റണ്ണൗട്ട് ആവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കേരളത്തിനെതിരെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ രാജീവിന് സാധിച്ചില്ല. അപ്പോൾ ഇത് രാജീവ് പിള്ള തുറന്നു പറഞ്ഞതോടുകൂടി പിന്നീട് സമൂഹ മാധ്യമങ്ങളൊട്ടാകെ തന്നെ കേരള സ്ട്രൈക്കേഴ്സിനെതിരെ ആയി വിമർശനങ്ങൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം കേരള സ്ട്രൈക്കേഴ്സ് ഒരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു. ഈ പ്രസ് മീറ്റിൽ രാജീവ് പിള്ളയുടെ ഈ വിമർശനം ഉണ്ണി മൂതൻ എന്ന ക്യാപ്റ്റനോട് അവർ ചോദിച്ചു. അപ്പോൾ ഉണ്ണി പറയുന്നത് തനിക്കിതിനെപ്പറ്റി അറിവില്ല, താൻ അറിയാത്തൊരു കേസാണ്, തനിക്ക് തന്ന ടീമിനെ നയിക്കുക എന്നതായിരുന്നു തൻ്റെ ലക്ഷ്യം, അത് താൻ ചെയ്യുന്നു, ആ കർത്തവ്യം നിർവഹിക്കുന്നു എന്നാണ് ഉണ്ണി പറയുന്നത്. പക്ഷേ രാജീവിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഖേദകരമായി പോയി എന്നതും ഉണ്ണി മുകുന്ദൻ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ടീം ഓണർ ഉണ്ടായിരുന്നു, പക്ഷേ ടീം ഓണർ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. അതെന്തുകൊണ്ടാണ് മറ്റു മാധ്യമങ്ങൾ ടീം ഓണേഴ്സിൻ്റെ അഭിപ്രായം ചോദിക്കാത്തതെന്നും മനസ്സിലാവുന്നില്ല. ടീം ഓണർ സംസാരിക്കുകയും ചെയ്തിട്ടില്ല. എന്തായാലും ഇതൊരു വലിയ റിഫ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് അതിലൊരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞൊരു വാചകമാണ്, കുറച്ച് നാളായിട്ട് കേരള സ്ട്രൈക്കേഴ്സ് വേഴ്സസ് മറ്റ് ടീമല്ല, രാജീവ് പിള്ള വേഴ്സസ് മറ്റ് ടീമുകളായിരുന്നു എന്ന രീതിയിലായിരുന്നല്ലോ കേരള സ്ട്രൈക്കേഴ്സ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട താരത്തെ എന്തിന് നിങ്ങൾ മാറ്റിയതാണ്? അപ്പോൾ വേറൊരു ചോദ്യം ചോദിച്ചപ്പോഴേക്കും അർജുൻ നന്ദകുമാർ മൈക്കെടുത്ത് പറഞ്ഞു, ആ പരാമർശം മാറ്റണം, അത് രാജീവ് പിള്ള വേഴ്സസ് മറ്റ് ടീമുകൾ എന്ന രീതിയിൽ ഇതുവരെ കേരള സ്ട്രൈക്കേഴ്സ് കണ്ടിട്ടില്ല. ചില മത്സരങ്ങൾ അരുൺ ബിന്നി ജയിപ്പിച്ചിട്ടുണ്ട്, ചില മത്സരങ്ങൾ വിവേക് ഗോപൻ ജയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ കളക്റ്റീവ് ടീം എഫേർട്ടാണിത് എന്നത് അർജുൻ നന്ദകുമാർ തിരുത്തുകയും ചെയ്തു. അപ്പോൾ ടീമിനുള്ളിൽ പ്രശ്നങ്ങളുണ്ട്. ആ ടീമിനുള്ളൊരു പ്രശ്നം തന്നെയാണ് രാജീവ് പിള്ള മറ്റൊരു ടീമിലേക്ക് പോകാൻ കാരണമെന്നതും പറയാം. ഒരുപക്ഷെ രാജീവിൻ്റെ മനസ്സിൽ മുംബൈക്ക് വേണ്ടിയിട്ട് ജേഴ്സി അണിയുമ്പോൾ, കേരളത്തിനെതിരെ കളിക്കുമ്പോൾ ഒരു വലിയ 50യോ ഒരു സെഞ്ചുറിയൊക്കെ അടിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ വളരെ നിർഭാഗ്യവശാൽ റണ്ണൗട്ട് രാജീവ് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് തിരിച്ച് ഡഗ്ഔട്ടിലേക്ക് പോയത്. കാരണം റണ്ണൗട്ടായിരുന്നു, അതായിരുന്നു കാരണം. എന്തായാലും രാജീവ് പിള്ളയെ അനുകൂലിച്ചുകൊണ്ട് കുറേ പേര് രംഗത്തെത്തിയിട്ടുണ്ട്. രാജീവിന് കിട്ടേണ്ട നീതി നിഷേധമാണ് സംഭവിച്ചത്. രാജീവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് മറക്കരുത്. കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി രാജീവ് പിള്ള ആരായിരുന്നു? വളരെ ഡെഡിക്കേറ്റഡ് ബാറ്ററായിരുന്നു രാജീവ് പിള്ള. നല്ലോണം ഇടയ്ക്കിടയ്ക്ക് ഡിഫെൻഡ് ചെയ്യുമായിരുന്നെങ്കിൽ പോലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ടീമിനെ വിജയിപ്പിക്കാൻ രാജീവ് പിള്ള പല മത്സരങ്ങളിലും സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തവും കൂടിയാണ്. അതുകൊണ്ട് അത് മറന്നുകൊണ്ടാണ് കേരള സ്ട്രൈക്കേഴ്സ് രാജീവ് പിള്ളയെ ഒഴിവാക്കിയത് എന്നൊരു വിമർശനവും കൂടി ഉയരുന്നുണ്ട്. അതേസമയം ഇത്തവണത്തെ കേരള ടീം വളരെ ശക്തമാണ്, പറയാതിരിക്കാൻ സാധിക്കില്ല, നല്ല ടീമാണ്. അതിനിടയിൽ വേറെയും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ കലാഭവൻ പ്രചോദും മണിക്കൂട്ടനും എന്തുകൊണ്ട് ബാറ്റിംഗിന് ഇറങ്ങി എന്നുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളൊക്കെ ഉണ്ട്. അത് CCLൻ്റെ നിയമമാണ്. അപ്പോൾ അർജുൻ നന്ദകുമാർ തന്നെ പറയുന്ന ഒരു കാര്യം, മീഡിയ ഒന്നത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ആളുകൾക്ക് ഇതിനെപ്പറ്റിയുള്ള നിയമങ്ങൾ അറിയുന്നില്ല. CCLനൊരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, ആ സെറ്റ് ഓഫ് റൂൾസ് അനുസരിച്ച് നമുക്ക് കളിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ആളുകൾ അവെയർ അല്ല, കാരണം മീഡിയ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല, മീഡിയ അത് മുന്നോട്ട് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അർജുൻ നന്ദകുമാറിൻ്റെ വിഷമം നമ്മളൊന്ന് മാറ്റുകയാണ്. മീഡിയ സപ്പോർട്ട് ചെയ്യാത്തതല്ല, നമ്മൾ കേരള സ്ട്രൈക്കേഴ്സ് ജയിച്ച സമയത്തൊട്ട് നമ്മളത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ആ മത്സരത്തിൻ്റെ ഹൈലൈറ്റ്സ് എല്ലാം വളരെ വിശദമായിട്ട് തന്നെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ആ വീഡിയോ ഉണ്ട്, വേണമെങ്കിൽ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയും കൂടി ഉണ്ട്. അപ്പം ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ എല്ലാ മാധ്യമങ്ങളും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള അർജുൻ നന്ദകുമാറിൻ്റെ വിമർശനം വാസ്തവം തന്നെയാണെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ഇനി CCL റൂൾ എന്താണ്?
കാറ്റഗറി എ കാറ്റഗറി ബി ഇങ്ങനെ 2 വിഭാഗത്തിലുണ്ട്. കാറ്റഗറി എയിൽ 7 പ്ലെയേഴ്സ്, കാറ്റഗറി ബിയിൽ 4 പ്ലെയേഴ്സും. ഓപ്പണിങ്ങിൽ ഇറങ്ങുന്ന 2 പേരും കാറ്റഗറി എ പ്ലെയേഴ്സ് ആയിരിക്കണം. മാത്രമല്ല ക്രീസിൽ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാറ്റഗറി എ പ്ലെയറും ഒരു കാറ്റഗറി ബി പ്ലെയറും വേണം. അതാണ് ഇതിൻ്റെ റൂൾ. അതായത് 2 കാറ്റഗറി ബി പ്ലെയേഴ്സ് ഉണ്ടാകാൻ പാടില്ല, 2 കാറ്റഗറി എ പ്ലെയേഴ്സും അറ്റ് എ ടൈം ക്രീസിൽ ബാറ്റിംഗ് നോൺ സ്ട്രൈക്കിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. അതായത് കാറ്റഗറി എ ബാറ്റർ ഔട്ടായി കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യേണ്ടത് മറ്റൊരു കാറ്റഗറി എ ബാറ്ററാണ്. ഇനിയിപ്പോൾ 4 കാറ്റഗറി ബി ബാറ്റർമാർ പുറത്തായാൽ മാത്രമേ ഇതിന് അല്ലാണ്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ, ആൻഡ് വൈസ് വേഴ്സ. അതാണ് അവസ്ഥ. അതുകൊണ്ടാണ് മദൻ മോഹൻ കാറ്റഗറി ബി പ്ലെയറാണ്. മദൻ മോഹൻ അവിടെ നിന്ന സമയത്ത് നോൺ സ്ട്രൈക്കേഴ്സ് എൻഡിൽ സ്ട്രൈക്കേഴ്സ് എൻഡിൽ കലാഭവൻ പ്രചോദും മണിക്കൂട്ടനും ഒക്കെ വരാൻ കാരണം അതുകൊണ്ടാണ്. ഓക്കെ, അതിൻ്റെ ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു വശം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണൊരു ചെറിയ റൂൾ. ഇത് അഖിൽ മാരാർ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഖിൽ മാരാർ ടീമിൻ്റെ പ്ലെയറാണ്. പക്ഷേ അഖിൽ മാരാർ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചില്ല. ഫീൽഡറായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഫീൽഡറായിട്ടാണ് എത്തിയത്. വളരെ നല്ല ഫീൽഡിംഗ് ഒക്കെ ആയിരുന്നു. ഈ ടീം അത്യാവശ്യം നല്ല ടീമാണ്, നല്ല എക്സ്പ്ലോസീവ് ടീമാണ്, നല്ലോണം കളിക്കാൻ പറ്റുന്ന പ്രൊഫഷണൽ ടീമായിട്ട് ആദ്യത്തെ മത്സരത്തിൽ തോന്നുന്നുണ്ട്. ബെഞ്ചിലിരിക്കുന്നവർക്ക് കുറച്ചുകൂടെ നല്ല രസമായിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലെയേഴ്സും ഉണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് വളരെ ഷോക്കിംഗ് ആയിട്ട് ആര്യൻ ഖത്തൂരിയുടെ വിക്കറ്റ് കീപ്പിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഈ മത്സരത്തെ അല്ലെങ്കിൽ കേരള സ്ട്രൈക്കേഴ്സ് എന്ന ടീമിനെ ഇപ്പോൾ ഒരു 2.0 വേർഷനായിട്ട് ആളുകൾ കാണുന്നുണ്ട്. അത് വളരെ രസകരമായിട്ട് തന്നെ കാണുകയും ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ടെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. എന്തായാലും ടീമിന് ഇത് ഗുണകരമായി മാറുമെന്നത് തന്നെയാണ് പ്രേക്ഷകരും വിശ്വസിക്കുന്നത്. ഇത്തവണ കപ്പ് കേരളത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. ഇടയ്ക്കൊക്കെ കപ്പിനും ചുണ്ടിനും ഇടയിലെ കപ്പ് പോയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഓൾ സെറ്റ് ഫോർ ദ കപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കേരള സ്ട്രൈക്കേഴ്സ് ഇറങ്ങുന്നത് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം നടക്കാൻ പോകുന്നത് കോയമ്പത്തൂരിൽ വെച്ചാണ്. ആ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ആരാധകരുടെ കാത്തിരിപ്പും ചെറുതൊന്നുമല്ല.